സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. നന്ദുവിന്റെ പറച്ചിൽ കേട്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി. അജു അവളെ തന്നെ നോക്കി നിൽക്കുവാണ് ഒരു സംശയത്തോടെ. അജു എന്താ ഒന്നും പ്രാർത്ഥിക്കാതെ? പ്രാർത്ഥിക്ക്. മുന്നിലെ വിഗ്രഹത്തെ നോക്കി നന്ദു പറയുമ്പോൾ അവൻ അതിലേക്കും നന്ദുവിനെയും മാറി മാറി നോക്കി. നീ എന്തൊന്നും പറയാത്തത്? അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാത്തത്. അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അജു പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. ആഹാ, ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടിയല്ലേ? അജുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അജു പ്രാർത്ഥിക്കണം, വേണ്ടേ? വേണ്ട. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം സ്വീകരിക്കുന്നതേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാ. അജു അത് പറഞ്ഞു നിർത്തുമ്പോൾ അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാ. ആരെന്ത് പറഞ്ഞാലും അവനത് കേട്ട് മനസ്സിലാക്കും, മറക്കില്ല. നല്ല ഓർമ്മയാണ്. പിന്നിൽ നിന്നും സേതുമ്മയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. വാതിൽക്കലെ അവരെ നോക്കി 3 പേരും നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നോക്കി കൈകൂപ്പിയ ശേഷം അജുവിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. സേതുമ്മയും ജാനുവും നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു, അവളുടെ ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ട്. ഇനി അവരൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വലുത് കഴിക്കാമേ, ഭക്ഷണം വിളമ്പ്. ജിത്തു അത് പറയുമ്പോൾ സേതും അടുക്കളയിലേക്ക് നടന്നു. നന്ദുവിനെ നോക്കിക്കൊണ്ട് ജാനുവും. അജു നന്ദുവിന്റെ കൈ വിട്ട് ജിത്തുവിന്റെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് നടന്നു. അവർ പോകുന്നു നോക്കി നന്ദു കുറച്ചു നേരം അവിടെ നിന്നു. ശേഷം ചുറ്റും കണ്ണോടിച്ചു. ആ വലിയ ഹാളിൽ ഒറ്റപ്പെട്ട പോലെ തോന്നിയതും ഒന്നും നോക്കാതെ ജാനു പോയ വഴിയെ വിട്ടു അടുക്കളയിലേക്ക്. വലിയ 4 കെട്ട് തറവാടാണെങ്കിലും ഉൾഭാഗം മൊത്തം മോഡേൺ വീടിന്റെ അകം പോലെയായിരുന്നു. ഞാൻ സഹായിക്കണോ? പിന്നിൽ നിന്ന് നന്ദു അങ്ങനെ ചോദിച്ചതും സേതുമ്മയും ജാനുവും അടുക്കളയിൽ നിന്നിരുന്ന ചേച്ചിയും തിരിഞ്ഞു നോക്കി. 3 പേരെയും നോക്കി നന്ദു ഒന്ന് ചിരിച്ചു കൊടുത്തു. വേണ്ട, ഞങ്ങൾക്കുള്ള ജോലി മാത്രമേ ഉള്ളൂ, കുട്ടി അങ്ങോട്ട് പൊക്കോളൂ. സേതുമ്മ അങ്ങനെ പറഞ്ഞതും നന്ദു ഒരു ചിരിയോട് അവർക്ക് അടുത്തേക്ക് നടന്നു. അവിടെ ഒറ്റക്കായ പോലെ. ഇവിടെ നിങ്ങളൊക്കെ അല്ലേ? ചേച്ചിക്ക് എത്രയായി? അവർക്ക് അടുത്ത് വന്നു നിന്ന ജാനുവിന്റെ വയറിൽ തലോടിക്കൊണ്ടാണ് അവളത് ചോദിച്ചത്. 3 പേരും അവളുടെ പ്രവൃത്തിയിലൊന്ന് ഞെട്ടി. ജാനു ചിരിച്ചു. 4 കഴിഞ്ഞു, 5 തുടങ്ങി. ജാനൊരു ചിരിയോടെ പറയുമ്പോൾ നന്ദുവും ചിരിച്ചു. ജിത്തു പറഞ്ഞ പോലെ അവളിൽ അഹങ്കാരമൊന്നും അവൻ കണ്ടില്ല. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കതയും കുറുമ്പും കൂട്ടിത്തവും അതുപോലെ തന്നെയാണ് അവളുടെ സംസാരവും പ്രവൃത്തിയും. അതിലെവിടെയും അവർക്ക് അഹങ്കാരം കാണാൻ കഴിഞ്ഞില്ല. ഇതാരാ? കറി പാത്രത്തിലേക്ക് വിളമ്പുന്ന ചേച്ചിയെ നോക്കി അവൾ ചോദിച്ചതും അവരവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇവിടെ സഹായത്തിന് നിൽക്കുന്ന ചേച്ചിയാണ്, വനജ ചേച്ചി. നന്ദുവിന്റെ ചോദ്യത്തിന് ജാനുവാണ് മറുപടി പറഞ്ഞത്. നന്ദുവിനെ നോക്കി ചിരിയോടെ തലയാട്ടി. ശേഷം വിളമ്പി വെച്ച പാത്രങ്ങളിലേക്ക് നോക്കി ചുണ്ട് ചുളുക്കി. സ്വന്തം വിവാഹത്തിന് അന്ന് സദ്യ കഴിക്കാൻ യോഗമില്ലാതെ പോയ കല്യാണ പെണ്ണ് ഞാനായിരിക്കും അല്ലേ ചേച്ചി? അതിലേക്ക് നോക്കിയ ശേഷം ജാനുവിനെ നോക്കി കളിയോടെ അവളത് പറയുമ്പോൾ കേട്ടു നിന്ന 3 പേരുടെയും മുഖം ഒന്ന് വാടി. മംഗലത്തെ തറവാട്ടിലെ മരുമകളാണ് മുന്നിൽ നിന്ന് അങ്ങനെ പറയുന്നത്. വിവാഹത്തിന് സദ്യ കഴിക്കാൻ പറ്റിയില്ലെന്ന്. ജാനു ഒരു നിമിഷം അവളുടെ വിവാഹം ആലോചിച്ചു. ആളും ആരവുമൊക്കെയായി 2 വർഷം മുമ്പ് ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് വന്നത് അവളുടെ ഓർമ്മയിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ഒരു താലികെട്ട്, അത് കഴിഞ്ഞ് വൈകിട്ട് റിസപ്ഷൻ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിരുന്ന്. അങ്ങനെ നീളുന്ന പരിപാടി. അതിലും ഗംഭീരമായി നടത്തിയിരുന്ന അവിടെ അജുവിന്റെ വിവാഹമാണ്. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി. അയ്യേ, എല്ലാവരും സാഡായോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, അത് വിട്. എനിക്ക് സദ്യ ഒന്നും വേണമെന്നില്ല. വിശപ്പ് മാറാൻ വലത് കിട്ടിയാൽ മതി. സമയം കളയണ്ട, കഴിക്കാം. വനചേച്ചി ഒക്കെ എടുത്തോ. അതും പറഞ്ഞുകൊണ്ട് വിളമ്പി വെച്ച പാത്രങ്ങളിൽ നിന്ന് 2 കയ്യിലെടുത്തുകൊണ്ട് അവൾ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. അവളെ തന്നെ നോക്കി നിന്ന ശേഷം അവർ ഓരോരുത്തരായി പിന്നാലെ നടന്നു. അവരെല്ലാം ഇരുന്ന ശേഷമാണ് അജുവും ജിത്തുവും വന്നിരുന്നത്. എല്ലാം വിളമ്പി കൊടുത്ത ശേഷം വനജ അടുക്കളയിലേക്ക് തന്നെ പോയി. നന്ദുവിന് വേണ്ടത് അവളാണ് എടുത്ത് കഴിച്ചത്. സേതുമ്മേ, എനിക്ക് മതി, വയറ് നിറഞ്ഞു. കഴിച്ചു തുടങ്ങിയത് മുന്നിലിരിക്കുന്ന പ്ലേറ്റ് സേതുമ്മയുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് അജു ചുണ്ട് ചുളുക്കി പറഞ്ഞു. ജാനുവും ജിത്തുവും അത് ശ്രദ്ധിക്കാതെ കഴിക്കുന്നതിലാണ് ശ്രദ്ധ. സേതുമ്മ അജുവിനെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇതിലൊന്നും വീഴില്ലെന്ന പോലെ ഇരിക്കുവാണ് അജു. മതിയാവാൻ നീ എവിടെയാ അജു കഴിച്ചിരിക്കണത്? കുറച്ചുകൂടെ കഴിക്ക്. ദേ, ഈ കുഴച്ചു വെച്ചിരിക്കുന്നെങ്കിൽ കഴിക്ക്. നല്ല കുട്ടിയല്ലേ, കഴിക്ക്. സേതുമ്മ സ്നേഹത്തോടെ പറയുമ്പോൾ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി. പ്ലേറ്റിലുള്ളത് മൊത്തം കുഴച്ചിട്ടിരിക്കുവാണ്. അതിലേക്ക് നോക്കിക്കൊണ്ട് അജു എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് നോക്കി. നല്ല വൃത്തിയിൽ കിടക്കുവാണ് എല്ലാവരുടെയും പ്ലേറ്റ്. അവൻ്റെ മാത്രം മൊത്തം കുഴഞ്ഞ് കിടക്കുവാണ്. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നിലെ പ്ലേറ്റ് നീക്കി അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ. ദേഷ്യം വന്ന ചെക്കൻ അങ്ങനെയാണ്. സേതുമ്മയും സേതച്ചനും ഒന്നുമില്ല. നിനക്ക് അങ്ങനെയൊക്കെ വായിൽ വരും. പിന്നെ മിസൈൽ വിട്ട പോലെ ഒരു പോക്കും. അപ്പോഴും നന്ദ അവരെല്ലാം നോക്കിയിരിക്കുവാണ്. ഇതിവിടെ പതിവാ, ഒരു വക കഴിക്കില്ല, നിർബന്ധിച്ചാലും കഴിക്കില്ല. മറ്റുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വല്ലാതെ നിർബന്ധിക്കാറില്ല. അവളുടെ നോട്ടം കണ്ട് സേതുമ്മ പറയുമ്പോൾ അവൾ തലയാട്ടി.
കുറച്ച് അധികം കഷ്ടപ്പാടാണല്ലേ. സാരല്ല, ഇതൊക്കെ അല്ലേ ഒരു രസം. അവളുടെ വാക്കുകൾ മനസ്സിലാവാതെ ജാനുവും സേതുവും പരസ്പരം നോക്കി. പക്ഷേ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായ പോലെ ജിത്തുവിനെ ചുണ്ടിലൊരു ചിരി വിടുന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ, അവൻ ആരോടൊന്നില്ലാതെ പതിയെ പറഞ്ഞു. കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും എണീറ്റു. നന്ദു കഴിച്ച പ്ലേറ്റും അജുവിൻ്റെ പ്ലേറ്റും എടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നു. മോള് പൊക്കോളൂ, ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ, ഞാൻ ചെയ്യാം. ആ പാത്രങ്ങൾ കഴുകുമ്പോൾ വരച്ച ചേച്ചി അവൾക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞു. അതിനവൾ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു. അതൊന്നും സാറില്ല ചേച്ചി, ചേച്ചിയുടെ ജോലി ചെയ്തോളൂ. നന്ദു ഒരു ചിരിയോടെ പറയുമ്പോൾ വനജ ഒരു ചിരിയോടെ തലകുലുക്കി ബാക്കി ജോലിയിലേക്ക് കടന്നു. നന്ദു പ്ലേറ്റ് കെടുക്കി വെച്ച ശേഷം മാളിലേക്ക് തന്നെ നടന്നു. ജാനുവും ജിത്തുവും സേതുവും കൂടി എന്തോ പറഞ്ഞുകൊണ്ട് സെറ്റിലിരിക്കുവാണ്. അവളെ കണ്ടതും അവർ സംസാരം നിർത്തി. കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറുന്നുണ്ടെങ്കിൽ മുകളിലത്തെ രണ്ടാമത്തെ മുറിയിലേക്ക് പൊക്കോളൂ, അതാണ് അജുവിൻ്റെ റൂം. തൽക്കാലം മാറാൻ ജാനുവിന് വല്ല ഡ്രസ്സും തരാം. അല്ലേ? വേണ്ട, എനിക്കും ചേച്ചിക്ക് ഏകദേശം ഒരു അളവാണ്, ഞാൻ ചേച്ചിയുടെ ഡ്രസ്സ് ഇടാം. അവളുടെ ചേച്ചിയുടെ കാര്യമാണ് അവൾ പറഞ്ഞത്. വിവാഹം അവളുമായാണല്ലോ ഉറപ്പിച്ചത്. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് വാങ്ങി വെച്ചത് ഇട്ടോളാം എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ അത് കേട്ട ജാനുവിൻ്റെയും സേതുവിൻ്റെയും മുഖം പാടി. കല്യാണ പെണ്ണിന് ഇവിടെ ആരും ഒന്നും കരുതിയിട്ടില്ല. അടിപൊളി. സേതുമ്മ പറയുമ്പോൾ നന്ദുവിൻ്റെ വായിൽ നിന്നും വന്നത് അതാണ്. ആഹാ, എന്നാൽ തൽക്കാലം മാറ്റാൻ ആരുടെയെങ്കിലും തായോ, ബാക്കി ഒഴിപോലെ ഞാൻ വാങ്ങിക്കോളാം. ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അവൾ ജാനുവിനെ നോക്കി പറഞ്ഞു. ജാനു പതിയെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് താഴെയുള്ളൊരു റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കയ്യിൽ മനോഹരമായൊരു സാരി ഉണ്ടായിരുന്നു. ഞാൻ ഉടുക്കാത്ത സാരിയാണ്, കുട്ടിയുടെ ആദ്യത്തെ ദിവസമല്ലേ, നന്നായിക്കോട്ടെ. ജാനു പറയുമ്പോൾ നന്ദൊരു ചിരിയോടെ തലയാട്ടി. നിങ്ങൾ രണ്ടിനെ കുട്ടിയായി ഏറ്റെടുത്തോ? അവൾ കുറുമ്പോടെ ജാനുവിനെയും സേതുവിനെയും നോക്കി ചോദിക്കുമ്പോൾ അവരും മനസ്സിലാവാതെ അവളെ നോക്കി. അല്ല, ഈ കുട്ടി വിളിയെ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു പേരുണ്ട്, നന്ദിത. നന്ദു വന്നോ നന്ദിത എന്നോ അങ്ങനെ എന്ത് വേണേലും വിളിക്കാം, ഈ കുട്ടി വിളി ഒഴിവാക്കി തരണം. നന്ദു ചിരിയോടെ പറയുമ്പോൾ രണ്ടുപേരും ഒരു ചിരിയോടെ തലയാട്ടി. ശേഷം നന്ദു മുകളിലെ സ്റ്റെപ്പ് കയറി. 2 സ്റ്റെപ്പ് കയറിയത് മുറ്റത്ത് നിരനിര കാറുകൾ വന്നു നിന്നു. നന്ദു മുകളിലേക്ക് പോകാതെ അവിടെ നിന്നുകൊണ്ട് ഹാളിലെ ജനാലിലൂടെ പുറത്തോട്ട് നോക്കി. നീ പോയി ഫ്രഷായി വാ, അതൊക്കെ ഇങ്ങോട്ടുള്ളതാ, ഇവിടെ തന്നെ കാണും. ജിത്ത് പുറത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറയുമ്പോൾ അവൾ തലയാട്ടി മുകളിലേക്ക് നടന്നു. ഒരു പാവം കുട്ടിയാന്ന് തോന്നുന്നു. മുകളിലേക്ക് പടികൾ കയറുന്ന നന്ദുവിനെ നോക്കി സേതു പറയുമ്പോൾ അത് ശരിവെച്ച പോലെ ജാനുവും തലയാട്ടി. ഇപ്പം ഈ പറഞ്ഞ ഡയലോഗ് കുറച്ച് കഴിഞ്ഞാലും പറയണേ. ഒരാക്കിയ ചിരിയോടെ ജിത്തു അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ പറഞ്ഞതിലൊന്നും മനസ്സിലാവാതെ രണ്ടുപേരും നിന്നു. ആ വാക്കുകൾ പറയുമ്പോൾ ജിത്തുവിന് മനസ്സിലേക്ക് വന്നത് അവൻ്റെ 2 കൈകളും ലോക്കാക്കി അവളുടെ കാൽമുട്ട് കൊണ്ട് അടിവയറ്റിൽ കൊടുത്ത കിക്കായിരുന്നു. ഓ, 1 ഇഞ്ച് സ്ഥാനം മാറിയെന്നെങ്കിൽ ഒരു കുഞ്ഞിനെ നിർത്തേണ്ടി വന്നിരുന്നു. എന്താ? ജിത്തു പറഞ്ഞതിന് ഇത്തിരി ശബ്ദം കൂടിപ്പോയത് അവൻ അറിഞ്ഞത് ജാനുവിൻ്റെ എന്താണെന്ന ചോദ്യത്തിലാണ്. ജിത്തു അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ മുന്നോട്ട് നടന്നു. നന്ദവിടെ ഓരോ മുക്കും മൂലയും നോക്കിക്കൊണ്ട് മുകളിലെത്തി. അടഞ്ഞു കിടക്കുന്ന ആദ്യത്തെ റൂമിൻ്റെ ഡോറിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവൾ തുറന്നു കിടന്ന 2ാമത്തെ റൂമിൻ്റെ അടുത്തേക്ക് നടന്നു. റൂമുകൾ തമ്മിൽ അത്യാവശ്യം അകലമൊക്കെ ഉണ്ട്. തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കാതെയും പറയാതെയുമാണ് നന്ദു അകത്തേക്ക് കയറിയത്. വാവ്, ഒരു കിഡ്സ് വേർഡിലേക്ക് വന്ന പോലെ. ആ റൂമിൻ്റെ അകത്തേക്ക് കാല് വെച്ചതും അവളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അതാണ്. കാരണം റൂമിൻ്റെ കോല അങ്ങനെയാണ്. നിറയെ ടോയ്സാണ് ആ റൂം നിറയെ. പലതരത്തിലുള്ള വണ്ടികൾ, ചെറുതും വലുതും. അതിലേറ്റവും രസം അതിലൊന്നുപോലും പൊട്ടാത്തതില്ല എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും തലയും വാലും പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കണ്ണു മാറ്റി അവൾ അജുവിനെ തിരഞ്ഞു. അവ അവസാനം നിലത്തിരുന്ന് ചെയ്യുന്നവനിലേക്ക് പോയി. നന്ദുവിൻ്റെ കാലുകൾ അങ്ങോട്ടേക്ക് പോയി. മുന്നിലൊരു പുസ്തകം വെച്ച് അതിൽ പേന കൊണ്ട് കുത്തി വരയ്ക്കുകയാണ്. എന്തോ അതിനുള്ള ദേഷ്യം തീർക്കുന്ന പോലെയാണ് അവൻ്റെ പ്രവൃത്തികൾ. അവൻ്റെ ഉള്ളിൽ ആളിക്കത്തുന്ന പ്രാന്താണ് അവൻ ആ പുസ്തകത്തിൽ തീർക്കുന്നതെന്ന് അവൻ്റെ മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ നന്ദുവിന് മനസ്സിലായി. ആദ്യമൊന്ന് പോകണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിന്നെങ്കിലും പിന്നെ 2 കൽപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇനി മുന്നിലിരിക്കുന്നവനാണല്ലോ ലോകം. അതുകൊണ്ട് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ട ശേഷം മുന്നോട്ട് നടന്നു. അജു അവൻ്റെ അടുത്ത് നിന്ന് ഇത്തിരി ഉറക്കെ വിളിച്ചു. നോക്കിയില്ല, പക്ഷെ കേട്ടിടുന്ന കയ്യിലുള്ള പേനയിലെ ചലനം നിന്നപ്പോൾ അവൾക്ക് മനസ്സിലായി. അജു എന്ത് ചെയ്യുക? ചിത്രം വരക്കാണോ? ഒരു ചിരിയോടെ മയത്തിൽ ചോദിക്കുമ്പോൾ ആ പേനയോടും പുസ്തകത്തോടും അവൾ 1000 തവണ മാപ്പ് പറഞ്ഞു. കാരണം പുസ്തകത്തിൽ വരഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ട പെറ്റ തള്ള സഹിക്കില്ല. അതിലേക്ക് നോക്കിയാണ് ചിത്രം എന്നവൾ ചോദിച്ചത്. നന്നായിട്ടുണ്ട്, അജു നല്ലോണം വരക്കുമല്ലോ. കുട്ടികളോട് പറയുന്ന പോലെ ചുമ്മാ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നോക്കിയതാണ് അവൾ. അജയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ചെക്കൻ മൂക്കുമുത്തി വീണെന്ന് അവൾക്ക് മനസ്സിലായി. കണ്ടോ, നിനക്ക് പോലും മനസ്സിലായില്ലേ ഞാൻ നന്നായി വരക്കൂന്ന്. പക്ഷെ ഇവിടെ ആരും എന്നെ വരക്കാൻ സമ്മതിക്കില്ല. ചുമര് നാശാക്കാനും പറഞ്ഞ് എന്നെ വലിയുമ്പോൾ തല്ലും.
അവസാനത്തെ വാക്കിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ അത് കണ്ടപ്പോൾ നന്ദുവിന് സങ്കടം. എന്തിനാണെന്ന് അറിയില്ലെങ്കിലും ആ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ വിഷമിക്കുന്നത് അവൾ അറിഞ്ഞു. നോക്കിയേ, ഇതൊക്കെ വല്യമ്മയും ചേറിയും നാനിയൊക്കെ തല്ലുന്നതാ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ 2 കൈയും കാലും കഴുത്തും തുറന്നിട്ട ബട്ടൺസിൻ്റെ ഇടയിലൂടെ നെഞ്ചുമൊക്കെ കാണിച്ചു കൊടുത്തു. വടി കൊണ്ടടിച്ച പാടുകൾ, നഖം കൊണ്ടടിച്ച പാടുകൾ, അങ്ങനെ ഒരുപാട് പാടുകൾ അവൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നന്ദു കണ്ടു. നന്ദു സങ്കടത്തോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് നിരത്തവൻ്റെ അടുത്തിരുന്നു. അവൻ നീട്ടിപ്പിടിച്ച് അവൻ്റെ കയ്യിലെ പാടിൽ അവൾ തഴുകി. വേദന കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ എരിവ് വലിച്ചുകൊണ്ട് കൈ പിന്നിലേക്ക് വലിച്ചു. നന്ദുവും പെടുന്ന് കൈ വലിച്ചു. അവന് വേദനിക്കുമെന്ന് അവൾ ചിന്തിച്ചില്ല. ഉണങ്ങിയ പാടാണെന്ന് അവൾ കരുതിയുള്ളൂ. ഇന്നലെ ഇത് കെട്ടുന്നത് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് ജെറി തല്ലിയതാ. ആ പാടുകളിലേക്ക് നോക്കി നന്ദുവിൻ്റെ കഴുത്തിൽ കിടന്ന താലിയെ ചൂണ്ടി അജു ചുണ്ടുവിധവി പറയുമ്പോൾ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി. സാരമില്ലെന്ന് പറയാൻ, അവിടെ പതിയെ തഴുകാൻ, മരുന്ന് വെച്ച് കൊടുക്കാൻ. പക്ഷേ കഴിയുന്നില്ല, ഒന്നിനും കഴിയാത്ത പോലെ. അജു. കയ്യിലെ പാടിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അജുവിനെ നോക്കി നന്ദു വിളിക്കുമ്പോൾ അവൻ മുഖമുയർത്തി അവളെ നോക്കി. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. വേദന കൊണ്ടാകും അവളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചിലപ്പോൾ കരയാൻ വേദനിക്കേണ്ട ആവശ്യമില്ല, വേദനിക്കുന്നവരെ കണ്ടാൽ മാത്രം മതി.